ശാസ്ത്രീയമായ സംഗീതം അഭ്യസിക്കുകയും ക്രമേണ കർണാടക സംഗീതത്തിലും നാടക സിനിമാ ഗാനരംഗത്തും അവർ പ്രശസ്തയായി മാറുകയും ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു KV സുന്ദരാമ്പാൾ. ഇന്ത്യയിലെ ഒരു സംസ്ഥാന നിയമസഭയിൽ പ്രവേശിച്ച ആദ്യത്തെ ചലച്ചിത്ര കലാകാരിയുമായിരുന്നു. ജ്ഞാനപ്പഴത്തിൻ്റെ പ്രശസ്തമായ കഥ ഇപ്രകാരമാണ്. ജ്ഞാനപ്പഴം പഴനിയിലേക്ക്. ഹിന്ദു പുരാണങ്ങളിൽ നാരദ മഹർഷി ജ്ഞാനിയാണ്, പക്ഷേ പലപ്പോഴും വിചിത്രമായ പെരുമാറാറുണ്ട്. നല്ല ഉദ്ദേശത്തോടെ ആണെങ്കിലും അദ്ദേഹം ഇടപെടുന്ന വിഷയങ്ങൾ ചിലപ്പോഴൊക്കെ ദേവന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുമുണ്ട്. ഒരു ദിവസം കൊച്ചു ഗണപതി സഹോദരൻ കാർത്തികേയനും അച്ഛൻ ശിവനും അമ്മ പാർവതിയും കൂടി കൈലാസത്തിൽ ഒന്നിച്ചിരിക്കുമ്പോഴാണ് ത്രിലോക സഞ്ചാരിയായ നാരദൻ ആ കുടുംബത്തെ സന്ദർശിക്കാൻ എത്തുന്നത്. നാരദൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് ശിവനും പാർവതിയും സംശയിച്ചു. പക്ഷേ അവരുടെ ആതിഥ്യ മര്യാദയാൽ അവർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. എന്നെ സ്വാഗതം ചെയ്തതിന് നന്ദി. പകരമായി ഞാൻ ഈ മനോഹരമായ പഴം നിങ്ങൾക്ക് സമർപ്പിക്കാം. നാരദൻ ഒരു മനോഹരമായ മാമ്പഴം പുറത്തെടുത്ത് ശിവന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദി നാരദ, ശിവൻ മറുപടി പറഞ്ഞു. ഞാനത് എൻ്റെ പ്രിയപ്പെട്ടവളായ പാർവതിക്ക് നൽകട്ടെ. ശിവൻ ആ പഴം പാർവതിക്ക് നൽകി. തൻ്റെ 2 പുത്രന്മാർക്കും ആ മനോഹരമായ പഴം കണ്ട് കൗതുകം തോന്നിയതായി കണ്ടപ്പോൾ പാർവതി പറഞ്ഞു, പക്ഷേ ഈ സമ്മാനം എൻ്റെ പുത്രന്മാർക്ക് ലഭിച്ചാൽ ഞാൻ കൂടുതൽ സന്തോഷിക്കും. ദേവി ആ പഴമെടുത്ത് തുല്യമായി വിഭജിക്കാൻ തുടങ്ങിയപ്പോൾ നാരദൻ അവരെ തടഞ്ഞു. ഈ പഴം വിഭജിക്കാൻ പാടില്ല, ഇത് ഒരാൾ മാത്രമേ കഴിക്കാവൂ. നാരദന്റെ തന്ത്രം ശിവനും പാർവതിയും മനസ്സിലാക്കി. കാരണം അവരുടെ 2 പുത്രന്മാരും ആ പഴം തങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. നമുക്ക് എന്തുകൊണ്ട് ഒരു മത്സരം നടത്തിക്കൂടാ? നാരദൻ നിർദ്ദേശിച്ചു. വിജയിക്കുന്നയാൾക്ക് ഫലം ലഭിക്കും. നെടുവീർപ്പിട്ട് ശിവനും പാർവതിയും ആ നിർദ്ദേശം അംഗീകരിച്ചു. ഇത് ഒരു ഓട്ടപ്രദക്ഷിണമാണ്. 2 കുട്ടികളിൽ 3 തവണ ലോകം ചുറ്റി വരുന്ന ആദ്യ കുട്ടിക്ക് വിലയേറിയ ഈ മാമ്പഴം ലഭിക്കും. നാരദന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ താൻ പരാജയപ്പെടുമെന്ന് തന്നെ കൊച്ചു ഗണേശൻ കരുതി. തൻ്റെ ചെറിയ കാലുകൾ ഉപയോഗിച്ച് വേഗതയേറിയ മയിലിനെ ഓടിക്കാൻ കഴിവുള്ള തൻ്റെ സഹോദരൻ കാർത്തികേയനുമായി എങ്ങനെയാണ് ഓട്ടത്തിൽ മത്സരിക്കാൻ കഴിയുക? കാർത്തികേയൻ കാറ്റിനെ പോലെ വേഗത്തിൽ യാത്ര തിരിച്ചു. ലോകപ്രദക്ഷിണം 3 തവണ വേഗത്തിൽ പൂർത്തിയാക്കി മടങ്ങി. തിരിച്ചെത്തിയപ്പോൾ സഹോദരൻ ഗണപതി മാമ്പഴം പിടിച്ച് നിൽക്കുന്നത് കണ്ടു. ഇതിൽ സ്തബ്ധനായ സുബ്രഹ്മണ്യൻ വിളിച്ചു ചോദിച്ചു, ഗണേശൻ എങ്ങനെയാണ് മാമ്പഴം നേടിയത്? മകനെ കാർത്തികേയ, അമ്മ പാർവതി മറുപടി പറഞ്ഞു. നീ ലോകം ചുറ്റി വേഗത്തിൽ ഓടുമ്പോൾ ഗണേശൻ തൻ്റെ മാതാപിതാക്കളെ 3 പ്രാവശ്യം പ്രദക്ഷിണം പൂർത്തിയാക്കി. കാരണം അവന് ഞങ്ങൾ ലോകത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നു. മുരുകൻ ഗോപാകുലനായി കൈലാസത്തിലെ തൻ്റെ വാസവും ഉന്നത സ്ഥാനവും ഉപേക്ഷിച്ച് പഴനി കുന്നുകളിലേക്ക് ഒരു സന്യാസിയായി തിരിച്ചു. അവിടെ അത് അദ്ദേഹത്തിൻ്റെ 6 പുണ്യവാസ സ്ഥലങ്ങളിൽ ഒന്നായി മാറി. ശിവനും പാർവതിയും പഴനിയിലേക്ക് ചെന്ന് സുബ്രഹ്മണ്യനോട് തിരികെ വരാൻ പ്രേരിപ്പിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. മുരുകൻ തന്നെയാണ് ദിവ്യഫലം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. പഴം നീ എന്നർത്ഥം വരുന്ന പഴനി എന്ന പേരിൻ്റെ ഉത്ഭവം ഇങ്ങനെയാണെന്ന് പറയപ്പെടുന്നു. ഹര ഹര ഹരോ ഹര സമ്പദേ പാർവതീശ ജ്ഞാനപ്പഴം. പിറക്കുന്നു ഹിമവൻ മലയിൽ, പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ,
പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. ഗംഗയാറ് പിറക്കുന്നു ഹിമവൻ മലയിൽ, പമ്പയാറ് പിറക്കുന്നു ശബരിമലയിൽ. പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. ദക്ഷിണ ഹിമവാൻ ശബരിമല, ദക്ഷിണ ഭാഗീരഥി പമ്പ. ദക്ഷിണ ഹിമവാൻ ശബരിമല, ദക്ഷിണ ഭാഗീരഥി പമ്പ. ഗംഗാധരനുടെ പുത്രൻ കലിയുഗ ദൈവമിരിക്കും ശബരിമല. പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. ഗംഗയാറ് പിറക്കുന്നു ഹിമവൻ മലയിൽ, പമ്പയാറ് പിറക്കുന്നു ശബരിമലയിൽ. പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. പ്രണമ്യ ശിരസാ ദേവം, പ്രണമ്യ ശിരസാ ദേവം. ഗൗരീപുത്രം വിനായകം, ഭക്താവാസം സ്മരേ നിത്യം. ഭക്താവാസം സ്മരേ നിത്യം. ആയുഃ കാമാർത്ഥസിദ്ധേ, ആയുഃ കാമാർത്ഥസിദ്ധയേ. ഭക്താവാസം സ്മരേ നിത്യം. ആയുഃ കാമാർത്ഥ സിദ്ധയേ. ശങ്കര നാദശരീരാ പരാ, വേദവിഹാര ഹര ജീവേശ്വര. ശങ്കര നാദശരീരാ പരാ, വേദവിഹാര ജീവേശ്വര. ശങ്കര പ്രാണമുനി
ప్రాణమే నీదని ప్రాణమి దానవనే మౌన విచక్షణ జ్ఞాన విలక్షణ రాగమే యోగమని ప్రాణము నీవని గానమే నీదని ప్రాణమి గానవని మౌన విచక్షణ జ్ఞాన విలక్షణ రాగమే యోగమని నాలో వాసన చేసిన వాడను నీ వాడను ఏదైతే నాలో వాసన చేసిన వాడను నీ వాడను ఏదైతే దిక్క నిద్ర జిల జిమతి నిద్ర శిల కందరాధీల కంధర రుద్రులెరుగని రుద్ర వీణ నిర్విద్యదాన విధి అవధరించరా ధరించరా శంకరా నాద శరీరా పరా వేగ విహారా జీవేశ్వర శంకరా మెరిసే మెరుపులు మురిసే పెదవుల చిరు చిరు నవ్వులు కాబోలు ఉరిమే ఉరుములు సరి సరి నటనల సిరి సిరి మూవలు కాబోలు మెరిసే మెరుపులు మురిసే పెదవుల చిరు చిరు నవ్వులు కాబోలు ఉరిమే ఉరుములు సరి సరి నటనల సిరి సిరి మూవలు కాబోలు పరవశాన శిరసు గంగా ఘనకు జారిన శివగంగా పరవశాన శిరసు గంగా ఘనకు జారిన శివగంగా నాగాల హరిను మురుగంగా ఆనంద వృష్టిని కడవంగా శంకరా నాద శరీరా పరా వేద విహారా జీవేశ్వర శంకరా 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 धिमि धिमि किट किटतो ओम तुंदा
తరికిట తరికిట కిటతో ధిమిత ధిమిత ధిమి ధిమి కిట కిటతో తొం తొం తరికిట తరికిట కిటతో మతంగ మునివర వందిత ఈశా మతంగ మునివర వందిత ఈశా సర్వ దిగంబర వేషిత వేష నిత్య నిరంజన నిత్య నటేశ మతంగ మునివర వందిత ఈశా సర్వ దిగంబర వేషిత వేష నిత్య నిరంజన నిత్య నటేశ ఈశా సర్వేశ సర్వేశ శంభో శివ శంభో స్వయంభో శివ శంభో స్వయంభో
உனக்கு குறையும் உள்ளதோ முருகா உனக்கு குறையுள்ளதோ ஏன் இப்படி கோமணத்துடன் தண்டு கொண்டின்புற்றோர் ஆண்டியானா முருகானி ஏன் இப்படி கோமணத்துடன் தண்டு கொண்டின்புற்றோர் ஆண்டியான எமது விரைபொடிபடவும் அல்லவும் வந்து நீ இப்படி எங்கு இருக்கலாம் என் ஆசான் அப்பன் அன்னையாம் என்னவும் எண்ணினேன் சர்வையருள் பழனி மல்லையில் சந்தனம் குடிகொண்ட சங்கரன்